ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ സീരീസ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇല്ലാത്തൊരു സംഭവമുണ്ട്. എന്തായിരിക്കും അത് തന്നെ മനസ്സിലാകത്തിലോട് ഞാൻ പറയാം. നമ്മളൊരു വില്ലേജർ ഫാം അത് തന്നെ. അതുണ്ടാക്കുമ്പോൾ നമുക്ക് വില്ലേജ് ബ്രീഡ് ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടാക്കണം. അതിൻ്റെ ഇടയ്ക്ക് അതിന് കുറച്ചധികം ലാഗ് അടിക്കുന്നുണ്ട്. അതൊന്നും നിങ്ങൾ നോക്കണ്ട, ഇടയ്ക്കുള്ള കുഴപ്പങ്ങളാണ്. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് വെറൈറ്റിക്കാണ്. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി കുറച്ച് സംഭവങ്ങൾ ചെയ്യാനുണ്ട്. അതാണ് ഇന്നത്തെ മെയിൻ ഇത്. അപ്പോൾ നമുക്ക് നേരെ വേണ്ടിയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്കൊരു മൈനായിട്ട് സെറ്റപ്പ് ചെയ്യണം. അപ്പം അതിനു വേണ്ടിയുള്ള സംഭവങ്ങൾ ചെയ്യണം. നമ്മൾ എവിടെയായിട്ട് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ അവിടെ നിരപ്പാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ നേരെയെന്ന് വെച്ചാൽ അത്രേ. നമുക്കിപ്പം ഇതൊന്ന് ഫാമിൽ വെച്ചേക്കാം. ക്യാരറ്റ് അത്ര ഇല്ല. നമ്മളെല്ലാം പറിച്ച് എന്തായാലും പറിച്ചതല്ല, എല്ലാം കൂടെ പറിക്കാം. എൻ്റെ അത് സൂക്കേടായിരുന്നു, നല്ല കുഴപ്പമൊന്നുമില്ല. നമുക്ക് ക്യാരറ്റ് ഒന്ന് ഇങ്ങനെ ആക്കാം. നമുക്ക് അടുത്ത ഇതിൽ നമ്മൾ നേതൃ കാര്യങ്ങൾ പോകുന്നതായിരിക്കും. ഈ പ്രാവശ്യം പോകുന്നില്ല, ബിക്കോസ് നമുക്ക് ഇത് എന്ന് വെച്ചാൽ ഒരു മടിയാണ്. അതാണ് നമ്മൾ മെയിനായിട്ട് പോവാത്തടി പോയതിനെ. നമ്മൾ ചാവുമെന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും നേതൃ പോവാത്ത. കാരണം ചാവുന്ന നല്ല ഉറപ്പാണ്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളെപ്പോഴും പോയാലല്ലേ. നമ്മൾ കഴിഞ്ഞ ഹാർഡ്കോർ അങ്ങനെ തന്നെയാണ് പോയത്. നമ്മൾ നെതറൈറ്റ് വരെ ആക്കിയതാണ്. അതിൻ്റെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് നമ്മൾ അത്യാഗ്രഹം കാണിച്ചതാണ്. നമ്മൾ ബ്ലേസൊക്കെ എടുത്ത്, എന്നിട്ട് ഞാൻ ഈ എൻഡർമാനെ കൊല്ലാൻ വേണ്ടി പോയിട്ട് നേരെ കൊന്നു. എന്നിട്ട് ഞാൻ ബ്ലോക്ക് ഇങ്ങനെ അവനെ കൊല്ലാൻ വേണ്ടി ബ്ലോക്ക് ഇങ്ങനെ അടിയിലേക്ക് എന്തെങ്കിലും ആക്കണ്ടേ, അവരെ നമ്മൾ ആക്കിയതാണ്. നമ്മൾ നേരെ കുഴിച്ചു പോയത് ലാവയിലാണ്. അതാണ് പറ്റിയത്. വില്ലേജ് ബ്രീഡിന് വേണ്ടി ഞാനിപ്പോൾ ഇമാരെ ഇങ്ങനെ എടുത്തോണ്ട് വരുവാണ്. അതിൻ്റെ നമ്മൾ പാതിക്ക് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ അതിന് വേണ്ടി നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇമാരെ ഇവിടം വരെ എത്തിച്ചായിരുന്നു. അതിന് നമുക്ക് ഇമാരെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇമാരെ നമ്മുടെ വീട്ടിലേക്ക് കയറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് സെറ്റപ്പ് ആക്കാം. എന്തായാലും നമ്മുടെ വീട്ടിലെത്തി. അതിൻ്റെ ഇടയ്ക്ക് ഒരു പന്നി കയറി വന്നതിന് അവനെ അടിച്ചു വന്നതുകൊണ്ട് എന്നിട്ട് നമ്മൾ ഈ ലീഷ് അതിനെ എടുത്ത് വെച്ചേക്കാം. ആവശ്യം വരും, അവർക്കൊക്കെ അതിനകത്ത് വരും. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മൈനിങ് പോയിട്ടതായിരുന്നു. മൈനിങ് പോയിട്ട് എനിക്ക് ഡയമണ്ട് കിട്ടി. 10 ഡയമണ്ട് കിട്ടിയിരുന്നു. അത് വെച്ച് ഞാൻ പിക്കെടുത്തായിരുന്നു. വേറെ കാണിച്ചത്. അതിന് നമുക്ക് ഇവിടെ 2 ബ്ലോക്ക് വെച്ച് വെക്കണം. എനിക്കിപ്പോൾ ബ്ലോക്ക് ഇല്ലാത്തതുകൊണ്ട് മറ്റേത് വെക്കാത്ത. നമ്മൾ അത് വെച്ചിട്ടുണ്ട്. ഇത് കാണിക്കുന്ന പോലെ നിങ്ങൾക്കും എടുക്കാം. നമ്മൾ പറയുന്നത് നമ്മളിങ്ങനെ അതേപോലെ ഇത് കാണിച്ചു. നമുക്ക് ഇവിടെ പക്ഷെ അവിടെ വെച്ച് ഞാൻ എന്നെ കാണിക്കാനും മൈൻഡ് ചെയ്യാത്ത കുഴപ്പമില്ല. നമുക്ക് എന്തായാലും കൈകൊണ്ടങ്ങ് പൊട്ടിച്ച് എന്തിനാവശ്യമാണ് ഇത് ചെയ്ത്. അപ്പം നമ്മൾ നേരെ എന്താ ചെയ്തെന്ന് പോകുന്നതെന്ന് വെച്ചാൽ, ബെഡ് വെക്കുകയാണ്. ബെഡ് വെച്ചിട്ട് നമുക്ക് നേരെ ഇവിടെ ബ്ലോക്ക് കുഴിക്കണം. അത് 3 എണ്ണമാണ് കുഴിക്കേണ്ടത്. ഒരു 3 എണ്ണം ഒരു 3 ഭാഗത്ത് 3 എണ്ണം കുഴിക്കണം. മനസ്സിലായില്ല? 3x3 കുഴിക്കണം. നമ്മൾ അടിയിലേക്ക് ഒരെണ്ണം കുഴിക്കണം. അടിയിലേക്ക് ഒരെണ്ണം, ഇങ്ങനെയല്ല, മൊത്തത്തിൽ ഒരെണ്ണം കുഴിക്കണം. അതിന് നമുക്ക് മൊത്തത്തിൽ ഇത് കുഴിച്ചിട്ട് വേണം നമ്മൾ അവിടെ ഒരു ടെമ്പററി ബ്ലോക്ക് വെച്ചിട്ട് 3 ബ്ലോക്ക് സ്ലാബ് വെക്കണം. എന്നിട്ട് അത് പൊട്ടിച്ച് കളയണം. എന്നിട്ട് നമ്മൾ ഇവിടെ കുറച്ച് നടുക്കായിട്ട് ഒരു വെള്ളം ഒഴിക്കണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒഴിക്കുക. ഞാൻ തൽക്കാലത്തേക്ക് ഇങ്ങനെയാണ് ഒഴിക്കണം. ഇവിടുന്ന് ഒഴിച്ച് വെച്ചേക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടുന്ന് 2 ബ്ലോക്ക് കളയണം. ഈ വെള്ളം എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് 2 ബ്ലോക്ക് കളയണം. 2 ബ്ലോക്കല്ല, ഈ വെള്ളം ഇങ്ങനെ നിൽക്കുന്ന വരെ ഒന്ന് കുഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വെള്ളം നിന്നിട്ടുണ്ട്. എന്നിട്ട് അത് കുറച്ച് വലിയൊരു ഏരിയ ആക്കണം. ഇപ്പോൾ ഞാൻ വെറുതെ തന്നെ കാണിച്ചത് നിങ്ങൾക്കറിയില്ല. എന്തായാലും നമുക്ക് ഇതൊരു ഫുള്ളായിട്ട് ഒന്ന് കുഴിച്ച് കഴിയുക.
അത് മൊത്തം കുഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഗ്ലാസ് എടുത്തില്ല. നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം. നമുക്ക് റെയിൽപ്പാലം വേണം, ഗ്ലാസ് വേണം, സാൻഡ് വേണം. അതിന് വേണ്ടി ഞാൻ സാൻഡുമായി കാര്യം ചെയ്യാൻ പോയി. ആ സാൻഡ് കുറച്ചാണ് എടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് റെയിൽ കാര്യങ്ങൾ എടുക്കണം. റെയിൽ നമ്മളെ ഒരു കേവിലുണ്ടായിരുന്നു, ഞാൻ കണ്ടായിരുന്നു. അത് നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഗ്ലാസ് ഒന്ന് വേവിച്ചായിരുന്നു നമ്മൾ. എന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്യണം, അല്ലെങ്കിൽ സോംബി വന്ന് ഇങ്ങനെ കൊല്ലും. അതുകൊണ്ട് സെക്യൂരിറ്റിക്കാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതിന് നമ്മുടെ വില്ലേജർ ഉള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ വെക്കണം. അങ്ങനെ 3 ഗ്ലാസ് പിന്നെ ഒരു ടെമ്പററി ബ്ലോക്ക് വെച്ച് നടുക്ക് ആ സ്ലാബ് വെച്ച സ്ഥലത്ത് 2 ബ്ലോക്ക് വെച്ചിട്ട് അവിടെ ഇപ്പുറത്ത് ഗ്ലാസ് വെച്ചാൽ മതി. ഞാൻ ഇപ്പോൾ ചെയ്യില്ല. അതിനൊരു കമ്പോസ്റ്റർ 2 സ്ഥലത്ത് വെക്കണം. അത് നമുക്ക് ചെയ്യാം. അതിന് നമുക്ക് എന്താ ചെയ്യുന്നത്? ഇത്രേ ഉള്ളൂ. ഇനി ആ പിള്ളേരെ പിള്ളേരല്ല, ആ ചെക്കന്മാരെ പിടിച്ച് അതിൻ്റെ നടുക്കില്ലേ ആ ഗ്ലാസ് വെച്ച സ്ഥലത്തേക്ക് കയറ്റിയാൽ മതി. അതിന് വേണ്ടി നമ്മൾ പാലും കാര്യങ്ങളും ഉണ്ടാക്കണം. ഇനി നമ്മൾ പാലും എടുക്കാൻ പോവാണ്. അതിന് 2 ടെമ്പററി ബ്ലോക്കും കൂടി വേണം. അതിന് മുമ്പ് നമുക്ക് ഇവിടെ ഒരു സംഭവം ചെയ്യണം. ഇങ്ങനെ 3 വൈ ഒന്ന് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റ് ഇതാവും. ഇത് ഇപ്പോൾ പൊട്ടത്തെ ചേപ്പിയത് നമുക്ക് പറിക്കും. നമുക്ക് അതിന് അത് മൊത്തം ചുറ്റും വെച്ചിട്ടുണ്ട്. അത് ചുറ്റും വെക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മൾ നേരെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ വില്ലേജിന് വേണ്ടി ഒരു സ്റ്റെപ്പ് കരുതുണ്ടാക്കണം. ഇതൊക്കെ മതി. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റെയിൽപ്പാലം ഉണ്ടാക്കണം. അതിന് കുറച്ച് ഗോൾഡ് മതി, ഗോൾഡും റെസ്റ്റോണും മതി. ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ നേരെ ആ സ്പീഡിൽ പോകുന്ന റെയിൽപ്പാലം 2 ഉണ്ടാക്കിയാൽ മതി. 6 കിട്ടും. അതാണ് നമ്മൾ അതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി സാധാരണ റെയിൽപ്പാലം ഉണ്ടാക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു റെസ്റ്റോറൻറ്റ് ടോർച്ച് വരുന്നുണ്ട്. അതിന് മുമ്പ് ഞാൻ കടന്നോളെ കിടന്നുറങ്ങി. അതിന് നമ്മളെ വില്ലേജർ ഇങ്ങോട്ട് കയറ്റി. അല്ലെങ്കിൽ എല്ലാവരും ഫാമറായെന്ന് വെച്ചാൽ ആയില്ലെങ്കിൽ നമ്മൾ അപ്പുറത്തെ ബെഡെല്ലാം പൊട്ടിക്കണം. നമ്മുടെ അടുത്തൊന്നും ഉണ്ടാക്കണ്ട, അല്ലെങ്കിൽ അമ്മമാർ അവിടെ പോയി ബെഡൊന്നും ഉണ്ടാക്കാം. അതുകൊണ്ട് നമ്മൾ കുറച്ച് അകലെ ഒന്നും ഉണ്ടാക്കി വെച്ചേക്കാം. ഇനി ഇവിടെ നമ്മളൊരു ടോർച്ച് വെച്ചത് അത് റെയിൽപ്പാലം സ്പീഡാവാൻ. ഞാൻ എന്നിട്ട് ഒറ്റ വീട്ടിൽ പറന്നു പോകും. കണ്ടോ സിമ്പിൾ, അത്രേ ഉള്ളൂ. ഇനി അമ്മമാർ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കുറച്ചൊന്ന് നീക്കുക എന്ന് വെച്ചാൽ അത്ര നീക്കിയാൽ മതി. എന്നൊന്ന് ഒരു കൊട്ട് കൊടുത്താൽ മതി. അത് കറക്റ്റ് ചിലപ്പോൾ ഒന്ന് താഴെ പോവും, ചിലപ്പോൾ പോകത്തില്ല കേട്ടോ. അത് ഭാഗ്യം അനുസരിച്ചിരിക്കും. അത് നമുക്ക് ഈ പൊട്ടണം കൂടി കുറിച്ച് കയറ്റണം. അങ്ങനെ ഞാൻ ഇവിടെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഈ ലീഷ് പിടിച്ച് ഇങ്ങോട്ട് കയറ്റി വെക്കുമ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് വേണ്ടിയാണ്. പക്ഷെ എൻ്റെ ആയിട്ടില്ല. നമ്മൾ ഈ ബോട്ട് അങ്ങ് പൊട്ടിച്ച് വെച്ചേക്കാം. ബോട്ട് വെക്കുമ്പോൾ നമുക്ക് എന്തായാലും അതിനകത്ത് കയറുന്നതാണ്. അതിന് ഞാൻ കുറച്ച് കഴുപ്പ് അത് പറന്നു കൊണ്ടിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ എടുത്തു. നമ്മൾ ആ പൊട്ടണം എടുക്കുന്നത്. ഈ പൊട്ടം മാത്രമേ ഇതിനകത്ത് കയറാത്ത എന്തെന്ന് എനിക്കറിഞ്ഞോളെ കയറി. പക്ഷേ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒഴുകിപ്പോയി. അതിന് കറക്റ്റൊന്ന് എടുത്ത് വെച്ച് അവനെ കൊണ്ടുപോയിട്ട് അതിന് ഇത്രേ ഉള്ളൂ. അതിന് നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം പൊളിച്ചിട്ട് ഇങ്ങനെ ഒരു സംരക്ഷണം പോലെ ഇങ്ങനെ വെക്കണം. ഗൈസ്, ഇത്രേ ഉള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഇത്രേ ഉള്ള വീഡിയോ. ഓക്കെ, ബൈ.